സൗദി അറേബ്യയിലെ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ഇനി മുതൽ നിർബന്ധമായും ഔദ്യോഗിക ബാങ്കിംഗ് ചാനലുകൾ വഴി മാത്രമേ നൽകാനാകൂ. 2026 ജനുവരി 1 മുതൽ ഈ നിയമം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും. രാജ്യത്തെ ഗാർഹിക തൊഴിൽ മേഖലയിൽ സുതാര്യത ഉറപ്പാക്കാനും തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് മന്ത്രാലയത്തിന്റെ ഈ സുപ്രധാന തീരുമാനം. ഡിജിറ്റൽ സംവിധാനത്തിലൂടെയുള്ള ശമ്പള കൈമാറ്റം വഴി സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ശമ്പളവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. മുസാവിദ് പ്ലാറ്റ്ഫോം വഴി ലഭ്യമായ ഈ സേവനം ബാങ്കുകൾ വഴിയോ അംഗീകൃത ഡിജിറ്റൽ വാലറ്റുകൾ വഴിയോ ആണ് പ്രവർത്തിക്കുക. ശമ്പളം കൃത്യമായി ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നത് വഴി തൊഴിലാളികൾക്ക് സുരക്ഷിതമായി പണം കൈപ്പറ്റാനും നാട്ടിലേക്കുള്ള തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ പണം അയക്കാനും സാധിക്കും. കരാർ കാലാവധി അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ തൊഴിലാളി മടങ്ങിപ്പോകുമ്പോഴോ ഉള്ള സാമ്പത്തിക നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഈ ഡിജിറ്റൽ രേഖകൾ വഴി സഹായകമാകും. വിവിധ ഘട്ടങ്ങളിലായാണ് മന്ത്രാലയം ഈ പദ്ധതി നടപ്പാക്കി വരുന്നത്. 2024 ജൂലൈ 1 ആദ്യമായി സൗദിയിലെത്തിയ തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാണ് ഒന്നാം ഘട്ടം ആരംഭിച്ചത്. തൊഴിലാളികൾക്ക് പണം പിൻവലിക്കുന്നതിനായി ബാങ്കുകൾ മാഡ കാർഡുകൾ നൽകുന്നതാണ്. വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ തൊഴിലാളികൾക്കും ബാങ്ക് വഴിയുള്ള കൈമാറ്റം നിർബന്ധമാണ്. ക്യാഷായി പണം നൽകുന്ന രീതി ഘട്ടം ഘട്ടമായി ഒഴിവാക്കി തൊഴിൽ മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കാനും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുമാണ് സൗദി ഭരണകൂടം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിജയ് ഫുഡ്സ്, പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം.